ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് തിരക്കൊക്കെ ആയ കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൾട്ടിവുഡിൽ നമ്മുടെ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിങ്ക് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം, ലീക്ക് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് മൾട്ടിവുഡിൻ്റെ മുകളിൽ കോഡ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ സിങ്കാണ് നമുക്കിതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഇതിൻ്റെ സിങ്കിൻ്റെ കബോർഡ് സിങ്ക് വരുന്ന ആ ഒരു ഭാഗത്തുള്ള മൾട്ടിവുഡിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് വർക്ക് കഴിഞ്ഞ് പോയപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ആ മൾട്ടിവുഡോ കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മുടെ കോഡ്സിൻ്റെ മുകളിൽ സിങ്കിൻ്റെ ഉള്ളളവിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം പിന്നീട് ഒരു കൊത ഇട്ടിട്ടാണ് നമ്മളിതിൽ വെക്കാൻ പോകുന്നത്. മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നത് സിങ്ക് അടിയിൽ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ നാനോവൈറ്റ് ഗ്രാനൈറ്റോ ടൈലോ ആണെങ്കിൽ കയറ്റി വയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ കബോർഡിന് ഫ്ലെക്സിബിൾ ആയത് കാരണം അതിന് ഇളക്കം സംഭവിക്കുമ്പോൾ അതിലൂടെ ലീക്ക് വരുന്നുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഭാവിയിൽ സിങ്കിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിങ്ക് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി കൂടുതലുണ്ടാവും. പിന്നെ ഹാൻഡ് മെയ്ഡ് സിങ്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രെയിമൊക്കെ അങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇവിടെ സിങ്ക് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വൃത്തി വേറെ തന്നെയാണ് ഇനി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്നത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ MYKയുടെ 3 ടൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ, സ്പോട്ട് ബോണ്ടിങ് മെറ്റീരിയൽ. നമ്മുടെ മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കുറേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പൊതുവേ ഇതിൻ്റെ ഹാർഡ്നർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഹാർഡ്നർ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ബേസ് എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചൊരു നല്ല കുഴമ്പ് രൂപത്തിലാക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കട്ടയൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല പുട്ടുപൊളിയുടെ കൊണ്ട് നമ്മൾ നല്ല മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. അത് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ഡ്യൂറോഫിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഞാനിവിടെ ഉപയോഗിച്ചിട്ട് ഡ്യൂറോഫിലാണ്. ഡ്യൂറോഫിലിൻ്റെ വൈറ്റ് പിഗ്മെൻറ്റ് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യാണ്, ഒരു ചെറിയൊരു വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിട്ടിട്ടും നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടിത് സിങ്ക് വെക്കാൻ പോകുന്ന നമ്മളൊരു 3mm ഒരു കൊത പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ ആ സിങ്കിനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് ഇത് പാക്ക് ചെയ്യണം. ഈ പശ കറക്റ്റ് ഫില്ലായിരിക്കണം. അതിന് അവിടെ ഇവിടെ നമ്മൾ ഓരോ സ്പോട്ട് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ഗ്യാപ്പ് എന്തെങ്കിലും വന്നാൽ അതിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ ആ ഗമ്മ് അതിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ഇതുപോലെ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്ക്. ഇനി നമ്മൾ ഈ സിങ്ക് അതിലേക്ക് വെക്കുമ്പോൾ ഇതങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് തുറച്ച് വരിക ചെയ്യാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സിങ്ക് നല്ലൊന്ന് വെച്ചിട്ട് ഒന്ന് മേടിക്കഴിഞ്ഞാൽ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ആകും. ഓവർ മുട്ടാനൊന്നും പറ്റില്ല, ചെറിയ രീതിയിൽ. പിന്നെ ചില സിങ്കിന് ചിലപ്പോൾ നടുവിന് ബെൻഡോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ നടുവിൽ ബെൻഡോ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സിങ്ക് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ഫിനിഷിങ് വളരെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിലേക്കുള്ള ടൈലും അതിനനുസരിച്ചുള്ള മൈക്കും ഒട്ടിച്ചിട്ടാണ് നമ്മുടെ ആ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോഡ്സ് ആണെങ്കിലും നമ്മൾ ആ ഡബിൾ ഒട്ടിച്ച് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള ആ ചളിയൊക്കെ പാഡടിച്ച് കളഞ്ഞ് ഇതേപോലെ അറാൾഡേറ്റിൽ നമ്മൾ ആ വൈറ്റ് പിഗ്മെൻറ്റ് ചേർത്തിട്ടാണ് അത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ജോയിൻ്റ് ഒന്നും കാണാനേ ഇല്ല. ഭയങ്കര ഷാർപ്പായിട്ട് നമ്മളത് ഇങ്ങനെ എഡ്ജ് വർക്ക് ചെയ്ത പോലെയാണ് അതിൻ്റെ ആ ഒരു എൻഡ് നമുക്ക് കാണുന്നത്. നമ്മൾ വാട്ടർ പോളിഷൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ആ മോൾഡിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ എന്താണ് ആ ഒരു കിച്ചൻ്റെ ഒരു ഭംഗിയില്ലേ.